നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേർഡ് റൈസ് അഥവാ നമ്മുടെ തൈർ സാദമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ചോറിനകത്ത് തൈര് മിക്സ് ചെയ്ത് താളിച്ചൊഴിച്ചാലും കേർഡ് റൈസ് ആയി. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാനും അതേപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ കേർഡ് റൈസ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചേരുവകൾ. അപ്പോൾ ഞാനിതിനകത്തേക്ക് കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് എടുക്കുക. അതേപോലെ തന്നെ കറിവേപ്പില താളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് കടുക് വേണം, ഏകദേശം ഒരു 3/4 ടീസ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വലിയ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പ് ഏകദേശം 1 ടീസ്പൂൺ എടുക്കുക. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്, അത് മസ്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് കൊത്തമല്ലി, ഒരു പിടി കശുവണ്ടി, പിന്നെ പോമഗ്രാനേറ്റിൻ്റെ സീഡ്സ് കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഓപ്ഷണലാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മുന്തിരിങ്ങയൊക്കെ എടുക്കാം നമുക്ക്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുവാണെങ്കിൽ അതിനകത്ത് ഗ്രേപ്സ് കാണും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കേർഡ് റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ചോറ് വേണം മെയിനായിട്ട്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഏകദേശം 1 കപ്പ് അരിക്കുള്ള ചോറ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചോറല്ല, 1 കപ്പ് അരി ചോറാക്കിയതാണിത്. ഇത് അത്യാവശ്യം നല്ല ചൂടോട് കൂടി തന്നെ എടുക്കുക. അപ്പോൾ ചൂടോട് കൂടി എടുക്കുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏത് വൈറ്റ് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതായത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ അരിയുള്ള ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. പച്ചരി ആണെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേവ് കുറച്ചധികം ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇത് ഉടച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് വേവ് കുറച്ച് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുന്നത് പാലാണ്. ഞാനിപ്പോൾ ഏകദേശം 1 ഗ്ലാസ്, അതായത് 1 കപ്പ് പാൽ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാൽ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു വിടുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുളിച്ച് വരും അല്ലേ. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ പുളി അധികം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുന്നത്. പാലൊഴിച്ചിട്ട് നന്നായിട്ട് തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ചോറ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല. അതേപോലെ തന്നെ എടുക്കുന്ന തൈരിൻ്റെ പുളിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പാലിൽ വ്യത്യാസം വരുത്തണം. ഇപ്പോൾ പുളി കുറവുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് തൈര് അധികം ഒഴിച്ചു കൊടുക്കാം, പാൽ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നല്ല പുളി കൂടിയ തൈരാണെങ്കിൽ പാൽ അധികം ഒഴിച്ചു കൊടുക്കാം, തൈര് കുറച്ച് ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് വ്യത്യാസം വരുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലും തൈരും കൂടി മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉച്ചയാവുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പുളിപ്പായിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ തൈര് ചേർത്താൽ മതി, പാല് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് തൈര് ഞാൻ ചേർക്കുവാണ്. അപ്പോൾ തൈര് ഞാൻ പറഞ്ഞ പോലെ പുളിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാൻ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ പാലിൻ്റെയും തൈരിൻ്റെയും പ്രൊപ്പോർഷൻ മറക്കാതെ ഒന്ന് നോക്കുക കേട്ടോ. ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓരോരാൾക്കും വ്യത്യാസമായിരിക്കും അളവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉച്ചയാവുന്ന സമയത്ത് പുളിപ്പ് കറക്റ്റായിരിക്കും. ഒരുപാട് പുളി ടേസ്റ്റ് കാണില്ല, കറക്റ്റായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഉടനെ കഴിക്കുവാണെങ്കിൽ അപ്പം തന്നെ തൈര് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ ചോറ് ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പിടാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്.
ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തൈര് സാദത്തിന് മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുവാണ്. അതേപോലെ തന്നെ പച്ചമുളക് ചേർക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം കേട്ടോ. അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തായാലും ഉണക്കമുളകും കൂടെ താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു പിടി കാഷ്യൂനട്ട് ചേർക്കുക. കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ എന്തോ വൈറ്റ് കളറായിട്ടാണ് കാണിക്കുന്നത്, ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പാനിൽ നിന്നൊന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിക്കുവാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കുക. അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഉണക്കമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണക്കമുളക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കേർഡ് റൈസിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഉണക്കമുളക് അതിന് നല്ല ടേസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് മറക്കാതെ ചേർക്കുക. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ചത് നമുക്ക് ഈ ചോറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കേർഡ് റൈസായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര മാത്രം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എക്സ്ട്രാ നമ്മുടെ അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂനട്ടും കൂടെ ചേർക്കുവാണ് ഇതിൻ്റെ കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആവാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റും അതിൻ്റെ കൂടെ പോമഗ്രാനറ്റൊക്കെ ചേർക്കുന്നത്. അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിൻ്റെ കൂടെ ചേർക്കാം. കൂടെ പോമഗ്രാനേറ്റും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നതെങ്കിൽ ഈ ക്യാരറ്റും പോമഗ്രാനറ്റും ഒക്കെ ലാസ്റ്റ് ചേർത്താൽ മതിയാവും. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മുമ്പേ ആഡ് ചെയ്ത് വെക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഓരോരാളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേർഡ് റൈസ്, അതായത് തൈര് സാദം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഒരു 10 മിനിറ്റ് മതിയാവും അല്ലേ. ചോറും ഒക്കെ കുക്കറിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചോറ് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇത് വേറെ ആർക്കെങ്കിലും ഉപകാരമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് വീക്കിലി 3 പ്രാവശ്യമെങ്കിലും കിട്ടുന്നതായിരിക്കും കേട്ടോ.